ഇനി ഒരു മഞ്ഞപ്പടയുടെ വാർത്തയാണ്. കൊച്ചിയിൽ ഒരു മഞ്ഞപ്പടയുണ്ടെങ്കിൽ ഇവിടെ തലസ്ഥാനത്തുമുണ്ട് ഒരു മഞ്ഞപ്പട. തിരുവനന്തപുരം കൊമ്പൻസിന്റെ സ്വന്തം ആരാധക കൂട്ടായ്മയായ സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സിന്റെ വിശേഷങ്ങൾ കാണാം ഇനി. സൂപ്പർ ലീഗ് കേരളയിൽ കൊമ്പൻസ് ഇന്ന് 4ാം മത്സരത്തിലിറങ്ങുമ്പോൾ ആരാധകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. നമ്മൾക്കറിയാം കൊച്ചിയിലെ മഞ്ഞപ്പട വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒരു മഞ്ഞപ്പടയുണ്ട്. അത് ഇവിടുത്തെ ആരാധക കൂട്ടായ്മയായ സൗത്ത് ഈസ്റ്റ് ട്രൂപ്പേഴ്സ് ആണ്. നമുക്ക് പരിചയപ്പെടാം. മത്സരം നമുക്ക് പോസിറ്റീവാണ്. നമ്മളെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് മസ്റ്റ് വിൻ മാച്ചാണ്. നമുക്കറിയാം ഇത്രയും ദിവസത്തെ പെർഫോമൻസ് 3 ഡ്രോയും 1 വിന്നും മാത്രമേ ഉള്ളൂ. ടേബിൾ നമുക്ക് മുന്നോട്ട് പോകാനും കാണും. ഇതും പോകുന്നതോറും മാച്ച് ടഫായി വരത്തുള്ളൂ. കാരണം ടേബിൾ എല്ലാം ടൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്ലേ ഓഫിലോട്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇന്നത്തെ മാച്ച് മസ്റ്റ് വിന്നാണ്. പിന്നെ കാലിക്കറ്റും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. നമ്മൾ അവരുമായിട്ട് ഓൾറെഡി ഒരു മാച്ച് കളിച്ച് തന്നെ കാലിക്കറ്റ് പോയി ഡ്രോ ആയിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ജയിച്ചേ പറ്റുള്ളൂ എന്ത് വന്നാലും. പിന്നെ നമുക്ക് മോട്ടയുടെ കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവാണ്. പിന്നെ അറ്റാക്കിങ് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പായെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് നമുക്ക് മാച്ച് നമ്മൾ നല്ല രീതിയിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ആരാധക കൂട്ടായ്മ തുടങ്ങിയിട്ട് കുറേ ആയോ അതോ ഈ ഇതിനു വേണ്ടി മാത്രം? നമ്മൾ എസ് എൽ കെയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്തോട്ട് നമ്മൾ തിരുവനന്തപുരം ടീം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ആ സമയത്ത് ഈ പുള്ളിയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം നമ്മൾ ഒരു ഫാൻ പേജിലൂടെ തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ ടീമിന്റെ അനൗൺസ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് പ്രൊഫഷണൽ ടീമും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഫാൻ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫാൻ പേജ് കൂടെ തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നായി ഒരു ഫാൻ മീറ്റ് നടത്തി. അങ്ങനെ നടത്തിയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഈ ഒറ്റക്കെട്ടായിട്ട് വലിയൊരു ഫാൻ ക്ലബ്ബായിട്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്തിന് വേണ്ടി ചെറിയ ആരാധകരുണ്ടെന്നും നമ്മൾ ഫസ്റ്റ് മാച്ചിന് പോയപ്പോൾ CFC 1-1 ഡ്രോ ആയിരുന്നു. പക്ഷേ അവർ വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണ്. ഇത് നമ്മുടെ ടീം, നമ്മുടെ സ്ഥലം, നമ്മൾ തീരുമാനിക്കും ഇവിടെ നിന്ന് നടക്കണമെന്ന്. അത് കാണിക്കാനുള്ള വലിയ സ്റ്റേഡിയത്തിലൊക്കെ ഒരുപാട് നിയമാവലികൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ നിയമാവലികളൊക്കെ ഈ ക്ലബ്ബ് പാലിക്കുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ഫാൻ ക്ലബ്ബ് എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു പോലീസ് സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻ സംഭവം ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം SLK ഫസ്റ്റ് സീസണാണ്. അപ്പം ആദ്യമേ ഇങ്ങനത്തെ ബ്രേക്കൊക്കെ ഉണ്ടായാൽ അത് അവർക്ക് മുന്നോട്ട് വലിയ സീസണുകൾ അവർക്ക് തന്നെ പ്രശ്നവും. നമ്മളതെല്ലാം മാനിച്ച് തന്നെയാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ നല്ല രീതിയിലുള്ള നമ്മൾ എല്ലാം സെറ്റായിട്ട് നടത്തുന്നത്. ട്രൂപ്പേഴ്സ് എന്നുള്ളൊരു പേര് അതിൻ്റെ പിന്നിലെന്താ? സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ് എന്ന് പറയുന്ന കാരണം സൗത്ത് സൈഡിൽ നിന്നും സൂപ്പർ ലീഗ് ഇത്രയും വലിയ പ്രൊഫഷണൽ ലീഗിൽ സൗത്ത് സൈഡിൽ നിന്ന് ആകെ ഒറ്റ ക്ലബ്ബേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരം കൊമ്പൻസ്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫാൻ സൈഡ് നോക്കുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ബാക്കിയുള്ള 6 ഡിസ്ട്രിക്റ്റിനും കൂടെ ചേർത്ത് പറ്റുന്ന ഒരു പേര് നമ്മൾ വേണമെന്ന് തോന്നി ഞങ്ങൾ കുറേ തീരുമാനിച്ചെടുത്ത പേരാണ് സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ്. സൗത്ത് കോസ്റ്റിൻ്റെ സൗത്ത് സൈഡിൽ നിന്നുള്ള 6 ഡിസ്ട്രിക്റ്റിലായിട്ട് ഒരൊറ്റ ഫാൻ ക്ലബ്ബായിട്ട് ഞങ്ങൾ ഒറ്റ ക്ലബിൻ്റെ ഒറ്റ ഫാൻ ക്ലബ്ബായിട്ട് കൊട്ടയ്ക്ക് നിൽക്കുക. അത് തന്നെയാണ് ഞങ്ങൾ. കൊച്ചിയിലെ മഞ്ഞപ്പട വലിയ ആവേശത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഈ ആരാധക കൂട്ടായ്മയും വലിയ ആവേശത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരോട് ക്യാമറമാൻ അനൂജിനോടൊപ്പം ഹരികൃഷ്ണൻ KS, ജനം.